ശാന്തി 4-10-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്രത്തോളം ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുമോ അത്രയും ആശീർവാദം ലഭിക്കും, പാപം ഇല്ലാതാകും. ചോദ്യം: ബാബ കുട്ടികൾക്ക് ഏത് ധർമ്മത്തിൽ നിലനിൽക്കുന്നതിനുള്ള മതം നൽകുന്നു? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ തൻ്റെ വിചിത്രതയുടെ ധർമ്മത്തിൽ നിലനിൽക്കൂ, ചിത്രത്തിൻ്റെ ധർമ്മത്തിലല്ല. ഏതുപോലെ ബാബ വിദേഹിയാണോ, വിചിത്രമാണോ, അതേപോലെ കുട്ടികളും വിചിത്രമാണ്. പിന്നെ ഇവിടെ ചിത്രത്തിൽ അഥവാ ശരീരത്തിൽ വരുന്നു. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, കുട്ടികളെ, വിചിത്രമാകൂ, തൻ്റെ സ്വധർമ്മത്തിൽ നിലനിൽക്കൂ, ദേഹാഭിമാനത്തിൽ വരാതിരിക്കൂ. ചോദ്യം: ഭഗവാനും ഡ്രാമയനുസരിച്ച് ഏത് കാര്യത്തിനു വേണ്ടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ഡ്രാമയനുസരിച്ച് കുട്ടികളെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിനു വേണ്ടി ഭഗവാനും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒന്നിന് വരേണ്ടത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഓം ശാന്തി. ബാബ ഇരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഓം ശാന്തി എന്ന് പറയുമ്പോൾ തൻ്റെ ആത്മാവിന് സ്വധർമ്മത്തിൻ്റെ പരിചയം നൽകപ്പെടുന്നത് പോലെയാണ്. അപ്പോൾ തീർച്ചയായും ബാബയും ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരുന്നു. കാരണം ഓരോ മനുഷ്യനും ഭഗവാനെ ഓർമ്മിക്കുക തന്നെ ചെയ്യുന്നു. കേവലം ഭഗവാന്റെ പൂർണ്ണ പരിചയമില്ല. ഭഗവാൻ തൻ്റെയും ആത്മാവിൻ്റെയും പരിചയം നൽകുന്നതിന് തന്നെയാണ് വരുന്നത്. പതീത പാവനൻ എന്ന് പറയുന്നത് തന്നെ ഭഗവാനെയാണ്. പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിനായി ഭഗവാനും ഡ്രാമയനുസരിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒന്നിനും വരേണ്ടത് പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. സംഗമയുഗത്തിൻ്റെ അറിവും നൽകുന്നു. പഴയ ലോകത്തിനും പുതിയ ലോകത്തിനും ഇടയിൽ തന്നെയാണ് ബാബ വരുന്നത്. പഴയ ലോകത്തെ മൃത്യുലോകമെന്നും പുതിയ ലോകത്തെ അമരലോകം എന്നും പറയുന്നു. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മൃത്യുലോകത്തിൽ ആയുസ് കുറവാണ്, അകാല മൃത്യു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റേത് അമരലോകമാണ്. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല, കാരണം പവിത്രമാണ്. അപവിത്രതയിലൂടെ വ്യഭിചാരിയാകുന്നു, ആയുസ്സും കുറയുന്നു, ബലവും കുറഞ്ഞു പോകുന്നു. സത്യയുഗത്തിൽ പവിത്രമായത് കാരണം അവ്യഭിചാരിയാണ്, ബലവും കൂടുതൽ ഉണ്ടായിരിക്കും. ബലം ഇല്ലാതെ രാജപദം എങ്ങനെയാണ് പ്രാപ്തമാക്കിയത്? തീർച്ചയായും ബാബയിൽ നിന്നും അവർ ആശീർവാദം എടുത്തിട്ടുണ്ടാകും. ബാബ സർവശക്തിമാനാണ്. ആശീർവാദം എങ്ങനെ എടുത്തിട്ടുണ്ടാകും? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ആര് കൂടുതൽ ഓർമ്മിച്ചിട്ടുണ്ടാകുമോ അവർ തന്നെയായിരിക്കും ആശീർവാദം എടുത്തിട്ടുണ്ടാവുക. ആശീർവാദം യാചിക്കേണ്ട ഒരു വസ്തുവല്ല, ഇത് പ്രയത്നിക്കേണ്ട വസ്തുവാണ്. എത്ര കൂടുതൽ ഓർമ്മിക്കുമോ അത്രയും അധികം ആശീർവാദം ലഭിക്കും, അതായത് ഉയർന്ന പദവി ലഭിക്കും. ഓർമ്മിക്കുകയില്ലെങ്കിൽ ആശീർവാദവും ലഭിക്കില്ല. ലൗകിക പിതാവ് കുട്ടികളോട് ഒരിക്കലും എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല. അത് ബാല്യം മുതലേ സ്വയമേ മമ്മ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓർഗൻസ് ചെറുതാണ്. വലിയ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ബാബ ബാബ മമ്മ മമ്മ എന്ന് പറയില്ല. അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും, ഇത് നമ്മുടെ മാതാപിതാക്കളാണ്, അവരിൽ നിന്നും ഈ സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. പറയുന്നതിൻ്റെയോ ഓർമ്മിക്കുന്നതിൻ്റെയോ കാര്യമേ ഇല്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, എന്നെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. പരിധിയുള്ള സംബന്ധം ഉപേക്ഷിച്ച് ഇപ്പോൾ പരിധിയില്ലാത്ത സംബന്ധത്തിനെ ഓർമ്മിക്കണം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു നമ്മുടെ ഗതി ഉണ്ടാകട്ടെ.
ഗതി എന്ന് പറയുന്നത് മുക്തിധാമത്തെയാണ്. സദ്ഗതി എന്ന് പറയുന്നത് വീണ്ടും സുഖധാമത്തിൽ വരുന്നതിനെയാണ്. ആദ്യം ആര് തന്നെ വന്നാലും തീർച്ചയായും സുഖം തന്നെ നേടും. ബാബ സുഖത്തിന് വേണ്ടി തന്നെയാണ് വരുന്നത്. തീർച്ചയായും ചില കാര്യം ഡിഫിക്കൽട്ടാണ്. അതിനാൽ ഇതിനെ ഉയർന്ന പഠനം എന്ന് പറയുന്നു. എത്ര ഉയർന്ന പഠനമായിരിക്കുമോ അത്രയും ഡിഫിക്കൽട്ടും ആയിരിക്കും. എല്ലാവർക്കും പാസ്സാകാൻ സാധിക്കില്ല. വലുതിലും വലിയ പരീക്ഷ വളരെ കുറച്ച് സ്റ്റുഡൻസാണ് പാസ്സാകുന്നത്. കാരണം വലിയ പരീക്ഷ പാസ്സാകുമ്പോൾ പിന്നെ സർക്കാരിന് വേതനം അഥവാ തൊഴിലും വളരെയധികം നൽകേണ്ടി വരുമല്ലോ. ചില സ്റ്റുഡൻസ് വലിയ പരീക്ഷ പാസ്സായിട്ടും ഇങ്ങനെ തന്നെ, അതായത് വെറുതെ ഇരിക്കുന്നു. വലിയ വേതനം നൽകാൻ കഴിയും വിധം സർക്കാരിൻ്റെ അടുക്കൽ ഇത്രയും പൈസയില്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, എത്ര ഉയർന്ന രീതിയിൽ പഠിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. എല്ലാവരും രാജാക്കന്മാരും ധനികരുമാകും എന്നല്ല. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. ഭക്തിയെ പഠനം എന്ന് പറയില്ല. ഇതാകട്ടെ ആത്മീയ ജ്ഞാനമാണ്. അത് ആത്മീയ പിതാവ് പഠിപ്പിക്കുന്നു. എത്ര ഉയർന്ന പഠനമാണ്. കുട്ടികൾക്ക് ഡിഫിക്കൽട്ടായി തോന്നുന്നു. കാരണം ബാബയെ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ക്യാരക്ടേഴ്സും നന്നാകുന്നില്ല. ആര് നന്നായി ഓർമ്മിക്കുന്നുവോ അവരുടെ ക്യാരക്ടേഴ്സും നല്ലതായി കൊണ്ടിരിക്കുന്നു. വളരെ വളരെയധികം മധുരവും സർവീസബിളുമായി മാറുന്നു. ക്യാരക്ടേഴ്സ് നല്ലതല്ലെങ്കിൽ ആർക്കും ഇഷ്ടം തോന്നുക പോലുമില്ല. ആരാണോ തോറ്റുപോകുന്നത് അപ്പോൾ തീർച്ചയായും ക്യാരക്ടേഴ്സിൽ കുഴപ്പം ഉണ്ട്. ശ്രീ ലക്ഷ്മി നാരായണന്റെ ക്യാരക്ടേഴ്സ് വളരെ നല്ലതാണ്. രാമന് 2 കല കുറവ് എന്ന് പറയും. ഭാരതം രാവണ രാജ്യത്തിൽ അസത്യഖണ്ഡമായി മാറുന്നു. സത്യഖണ്ഡത്തിലാണെങ്കിൽ അല്പം പോലും അസത്യമുണ്ടാവുക സാധ്യമല്ല. രാവണ രാജ്യത്തിൽ അസത്യം തന്നെ അസത്യമാണ്. അസത്യമായ മനുഷ്യരെ ദൈവിക ഗുണങ്ങളുള്ളവർ എന്ന് പറയാൻ സാധിക്കില്ല. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഇങ്ങനെയുള്ള അസത്യമായ കാര്യങ്ങൾ ആരുടേതും കേൾക്കരുത്, കേൾപ്പിക്കുകയും അരുത്. ഒരു ഈശ്വരന്റെ മതത്തെ തന്നെയാണ് ലീഗൽ മതം, നിയമാനുസൃത മതം എന്ന് പറയുന്നത്. മനുഷ്യമതത്തെ ഇല്ലീഗൽ മതം, നിയമവിരുദ്ധ മതം എന്ന് പറയുന്നു. ലീഗൽ മതത്തിലൂടെ നിങ്ങൾ ഉയർന്നവരാകുന്നു. എന്നാൽ എല്ലാവർക്കും നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇല്ലീഗലായി മാറുന്നു. ചില കുട്ടികൾ ബാബയോട് പ്രതിജ്ഞയും ചെയ്യുന്നു, ബാബ ഇത്രയും ആയുസ് വരെയും നമ്മൾ ഇല്ലീഗൽ കാര്യം ചെയ്തു, ഇപ്പോൾ ചെയ്യുകയില്ല. ഏറ്റവും ഇല്ലീഗലാണ് കാമവികാരത്തിൻ്റെ ഭൂതം. ദേഹാഭിമാനത്തിൻ്റെ ഭൂതം എല്ലാവരിലുമുണ്ട്. മായാവി പുരുഷനിൽ ദേഹാഭിമാനം തന്നെയാണ് ഉള്ളത്. ബാബ വിദേഹി തന്നെയാണ്, വിചിത്രമാണ്. അപ്പോൾ കുട്ടികളും വിചിത്രമാണ്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ആത്മാക്കൾ വിചിത്രമാണ്. പിന്നെ ഇവിടെ ചിത്രത്തിൽ അഥവാ ശരീരത്തിൽ വരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, വിചിത്രമാകൂ, തൻ്റെ സ്വധർമ്മത്തിൽ നിലനിൽക്കൂ. ചിത്രത്തിൻ്റെ ധർമ്മത്തിൽ നിലനിൽക്കാതിരിക്കൂ. വിചിത്രതയുടെ ധർമ്മത്തിൽ നിലനിൽക്കൂ. ദേഹാഭിമാനത്തിൽ വരാതിരിക്കൂ. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൽ ഓർമ്മയുടെ വളരെയധികം ആവശ്യമുണ്ട്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ സദോ പ്രധാനവും പ്യോറും ആകും. ഇംപ്യൂരിറ്റിയിലേക്ക് പോകുന്നതിലൂടെ വളരെയധികം ശിക്ഷ ലഭിക്കുന്നു. ബാബയുടേതായതിനു ശേഷം അഥവാ ഏതെങ്കിലും തെറ്റുണ്ടാകുന്നുവെങ്കിൽ സദ്ഗുരുവിൻ്റെ നിന്ദകന് ലക്ഷ്യസ്ഥാനം നേടുകയില്ല എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങൾ സ്വന്തം മതത്തിലൂടെ നടന്ന് പവിത്രമാവുകയില്ലെങ്കിൽ 100 ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വിവേകത്തെ ഉപയോഗിക്കണം. അഥവാ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും ഉയർന്ന പദവിയും നേടാൻ സാധിക്കില്ല. പുരുഷാർത്ഥത്തിനു വേണ്ടി ടൈമും നൽകുന്നു.
നിങ്ങളോട് പറയുന്നു, എന്ത് തെളിവാണുള്ളത്? പറയൂ. ഏത് ശരീരത്തിൽ വരുന്നുവോ ആ പ്രജാപിത ബ്രഹ്മാവ് മനുഷ്യനാണല്ലോ. മനുഷ്യന് പേരിടുന്നത് ശരീരത്തിനാണ്. ശിവബാബ മനുഷ്യനുമല്ല, ദേവതയുമല്ല. ആ ഒന്നിനെ സുപ്രീം ആത്മാവ് എന്ന് പറയുന്നു. ആ ഒന്ന് തന്നെയാണിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾ സദോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. വീണ്ടും സദോ പ്രധാനം ആകുന്നതിനായി എന്നെ ഓർമ്മിക്കൂ. ഈ ദേവതമാരുടെ ക്വാളിഫിക്കേഷൻ നോക്കൂ, എങ്ങനെയുള്ളതാണ്. അവരിൽ നിന്നും ദയ യാചിക്കുന്നവരെയും നോക്കൂ. അത്ഭുതം തോന്നുന്നു. നമ്മൾ എന്തായിരുന്നു? പിന്നെ 84 ജന്മങ്ങളിൽ എത്രമാത്രം വീഴുകയും പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തിരിക്കുകയാണ്. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ ദേവതാ കുലത്തിലേതായിരുന്നു. ഇപ്പോൾ തൻ്റെ പെരുമാറ്റം നോക്കൂ. ഈ ദേവീ ദേവത ആകുവാൻ സാധിക്കുമോ? എല്ലാവരും ലക്ഷ്മി നാരായണനാകും എന്നല്ല. എങ്കിൽ പിന്നെ മുഴുവനും പുഷ്പങ്ങളുടെ പൂന്തോട്ടമായേനെ. ശിവബാബയ്ക്ക് കേവലം റോസാ പുഷ്പം തന്നെ അർപ്പിച്ചേനെ. എന്നാൽ അങ്ങനെയല്ല, എരിക്കൻ പൂവും അർപ്പിക്കുന്നു. ബാബയുടെ കുട്ടികളിൽ ചിലർ പുഷ്പവുമാകുന്നു, ചിലർ എരിക്കും ആകുന്നു. ജയിക്കുന്നവരും തോൽക്കുന്നവരും തീർച്ചയായുമുണ്ട്. നമുക്ക് രാജാവാകാൻ സാധിക്കില്ല എന്ന് സ്വയവും മനസ്സിലാക്കുന്നു. തനിക്ക് സമാനമാക്കുന്നതേയില്ല. ആര് എങ്ങനെ ധനികരാകും അത് ബാബയ്ക്കറിയാം. മുന്നോട്ടു പോകവേ കുട്ടികളായ നിങ്ങളും മനസ്സിലാക്കും, ഇന്നയാൾ ബാബയുടെ എത്ര സഹായിയാണ്. കൽപ്പകൽപ്പങ്ങളിൽ ആര് എന്തു ചെയ്തുവോ അത് തന്നെ ചെയ്യും. ഇതിൽ വ്യത്യാസം ഉണ്ടാവുക സാധ്യമല്ല. ബാബ പോയിന്റ്സ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ബാബയെ ഓർമ്മിക്കണം, ട്രാൻസ്ഫറും ചെയ്യണം. ഭക്തിമാർഗത്തിൽ നിങ്ങൾ ഈശ്വരാർത്ഥം ചെയ്യുന്നു, പക്ഷേ ഈശ്വരനെ അറിയുന്നില്ല. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ എന്നത് മാത്രം അറിയുന്നു. ഉയർന്നതിലും ഉയർന്ന നാമവും രൂപവും ഉള്ളവൻ എന്നല്ല, ആ ഒന്ന് നിരാകാരൻ തന്നെയാണ്. പിന്നെ ഉയർന്നതിലും ഉയർന്ന സാകാരം ഇവിടെയുണ്ട്. ബ്രഹ്മ വിഷ്ണു ശങ്കറിനെ ദേവത എന്ന് പറയുന്നു. ബ്രഹ്മ ദേവതായ നമ, വിഷ്ണു ദേവതായ നമ, പിന്നെ പറയുന്നു ശിവ പരമാത്മായ നമ. അപ്പോൾ പരമാത്മാവ് ഉയർന്നതായല്ലോ. ബ്രഹ്മ വിഷ്ണു ശങ്കറിനെ പരമാത്മാവ് എന്ന് പറയില്ല. ശിവ പരമാത്മായ നമ എന്ന് വായ്കൊണ്ട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും പരമാത്മാവ് ഒന്നാണല്ലോ. ദേവതമാരെ നമിക്കുന്നു. മനുഷ്യലോകത്തിൽ മനുഷ്യനെ മനുഷ്യൻ എന്നാണ് പറയുക. അവരെ പരമാത്മായ നമ എന്ന് പറയുന്നത് പൂർണ്ണമായും അജ്ഞാനമാണ്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്നതാണ് എല്ലാവരുടെയും ബുദ്ധിയിലുള്ളത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭഗവാൻ ഒന്നാണ്. ആ ഒന്നിനെ തന്നെയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. എല്ലാവരെയും പാവനമാക്കുക എന്നത് ഭഗവാന്റെ തന്നെ കാര്യമാണ്. ജഗത്തിൻ്റെ ഗുരു ഏതെങ്കിലും മനുഷ്യൻ ആവുക സാധ്യമല്ല. ഗുരു പാവനമാണല്ലോ. ഇവിടെയാണെങ്കിൽ എല്ലാവരും വികാരത്തിലൂടെ ജനിക്കുന്നവരാണ്. ജ്ഞാനത്തെ അമൃത് എന്ന് പറയുന്നു, ഭക്തിയെ അമൃത് എന്ന് പറയുന്നില്ല. ഭക്തിമാർഗത്തിൽ ഭക്തി തന്നെയാണ് നടക്കുന്നത്. എല്ലാ മനുഷ്യരും ഭക്തിയിലാണ്. ജ്ഞാനസാഗരം, ജഗത്തിൻ്റെ ഗുരു എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ വന്ന് എന്തു ചെയ്യുന്നു? തത്വങ്ങളെയും പവിത്രമാക്കുന്നു. ഡ്രാമയിൽ ആ ഒന്നിൻ്റെ പാർട്ടുണ്ട്. ബാബ നിമിത്തമാകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഇപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കിക്കും? ധാരാളം പേർ വരുന്നു, ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. അപ്പോൾ ടെലഗ്രാം അയക്കുന്നു. വരാൻ പോകുന്ന വിനാശത്തിനു മുമ്പേ പരിധിയില്ലാത്ത ബാബയെ അറിഞ്ഞ് ആ ഒന്നിൽ നിന്ന് തന്നെ സമ്പത്തെടുക്കൂ. ഇത് ആത്മീയ പിതാവാണ്. ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും ഫാദർ എന്ന് പറയുന്നു. ക്രിയേറ്റർ ആണെന്നിരിക്കെ തീർച്ചയായും ക്രിയേഷന് സമ്പത്ത് ലഭിക്കും. പരിധിയില്ലാത്ത പിതാവിനെ ആരും അറിയുന്നില്ല.
ബാബയെ മറക്കുക എന്നതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പരിധിയില്ലാത്ത ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. ആ ഒന്ന് ഏതെങ്കിലും പരിധിയുള്ള സമ്പത്ത് നൽകുകയില്ലല്ലോ. ലൗകിക പിതാവ് ഉണ്ടായിരിക്കുമ്പോഴും പരിധിയില്ലാത്ത പിതാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. സത്യയുഗത്തിൽ ആ ഒന്നിനെ ആരും ഓർമ്മിക്കുന്നില്ല. കാരണം പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. ആത്മാവ് തന്നെയാണ് ഓർമ്മിക്കുന്നത്. പിന്നെ ആത്മാക്കൾ തന്നെയും തൻ്റെ പിതാവിനെയും ഡ്രാമയെയും മറക്കുന്നു. മായയുടെ നിഴൽ പതിയുന്നു. സതോപ്രധാന ബുദ്ധിക്ക് വീണ്ടും തമോപ്രധാനം തീർച്ചയായും ആകേണ്ടതുണ്ട്. പുതിയ ലോകത്തിൽ ദേവീദേവന്മാർ സതോപ്രധാനമായിരുന്നു എന്നത് സ്മൃതിയിൽ വരുന്നു. ഇത് ആരും അറിയുന്നില്ല. ലോകം തന്നെ സതോപ്രധാനവും ഗോൾഡൻ ഏജ്ഡുമാകുന്നു. അതിനെ പറയുന്നത് ന്യൂ വേൾഡ് എന്നാണ്. ഇത് അയൺ ഏജ്ഡ് വേൾഡ് ആണ്. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. കൽപ്പകൽപ്പങ്ങളിൽ ഏതൊരു സമ്പത്ത് നിങ്ങൾ നേടുന്നോ പുരുഷാർത്ഥമനുസരിച്ച് അത് തന്നെയാണ് ലഭിക്കേണ്ടത്. നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായി, നമ്മൾ ഇതായിരുന്നു, പിന്നെ ഇങ്ങനെ താഴേക്ക് വന്നു, ഇങ്ങനെയെല്ലാം ഉണ്ടാകും എന്ന് ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ചിലർ പറയുന്നു വളരെയധികം പരിശ്രമിക്കുന്നു, പക്ഷേ ഓർമ്മ നിലനിൽക്കുന്നില്ല. ഇതിൽ ബാബ അഥവാ ടീച്ചർ എന്ത് ചെയ്യുവാനാണ്? ആരെങ്കിലും പഠിക്കുകയില്ലെങ്കിൽ ടീച്ചർ എന്തു ചെയ്യുവാനാണ്? ടീച്ചർ ആശീർവദിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും പാസ്സായനെ. പഠനത്തിൻ്റെ വ്യത്യാസം വളരെയധികമുണ്ട്. ഇത് തികച്ചും പുതിയ പഠനമാണ്. ഇവിടെ നിങ്ങളുടെ അടുക്കൽ പൊതുവെ ദരിദ്രരും ദുഃഖിതരും തന്നെയാണ് വരുന്നത്. ധനികർ വരികയില്ല, ദുഃഖിതരാണ്, അതിനാലാണ് വരുന്നത്. ധനികർ വിചാരിക്കുന്നു നമ്മൾ സ്വർഗത്തിലിരിക്കുകയാണ്. ഭാഗ്യത്തിലില്ല. ആരുടെ ഭാഗ്യത്തിൽ ഉണ്ടോ അവർക്ക് ഉടൻ നിശ്ചയമുണ്ടാകുന്നു. നിശ്ചയത്തിനും സംശയത്തിനും സമയമെടുക്കുന്നില്ല. മായ പെട്ടെന്ന് മറപ്പിക്കുന്നു. ടൈം എടുക്കുന്നുവല്ലോ. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ആവശ്യമേ ഇല്ല. സ്വയം തൻ്റെ മേൽ ദയ കാണിക്കണം. ശ്രീമത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര സഹജമായി ബാബ പറയുന്നു, കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ അറിയുന്നുണ്ട് ഇത് മൃത്യുലോകമാണ്, അത് അമരലോകമാണ്. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ക്ലാസ്സിൽ സ്റ്റുഡൻറ് നമ്പർ അനുസരിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇതും സ്കൂളാണല്ലോ. ബ്രാഹ്മണിയോട് ചോദിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ നമ്പർ അനുസരിച്ച് സമർത്ഥരായ കുട്ടികൾ ആരാണ്? ആര് നന്നായി പഠിക്കുന്നുവോ അവർ റൈറ്റ് സൈഡിൽ ആയിരിക്കേണ്ടതാണ്. റൈറ്റ് ഹാൻഡ്സിന് മമത്വമുണ്ടല്ലോ. പൂജയും മറ്റും റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, സത്യയുഗത്തിൽ എന്തായിരിക്കും? സത്യയുഗം ഓർമ്മ വരികയാണെങ്കിൽ സത്യമായ ബാബയും ഓർമ്മ വരും. ബാബ നമ്മളെ സത്യയുഗത്തിൻ്റെ അധികാരിയാക്കുന്നു. നമുക്ക് ഈ ചക്രവർത്തി പദവി എങ്ങനെ ലഭിച്ചു എന്ന് അവിടെ അറിയാമായിരിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഈ ലക്ഷ്മി നാരായണനിലും ഈ ജ്ഞാനം ഇല്ല. ബാബ ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയോ അവർ തന്നെ തീർച്ചയായും മനസ്സിലാക്കും. എന്നിരുന്നാലും പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുമല്ലോ. ബാബ വരുന്നത് തന്നെ പഠിപ്പിക്കുവാനാണ്. ഇത് പഠനമാണ്. ഇതിൽ വളരെയധികം വിവേകം ആവശ്യമാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ ആത്മീയ പഠനം വളരെ ഉയർന്നതും ഡിഫിക്കൽട്ടുമാണ്. ഇതിൽ പാസ്സാകുന്നതിനു വേണ്ടി ബാബയുടെ ഓർമ്മയിലൂടെ ആശീർവാദം നേടണം. തൻ്റെ ക്യാരക്ടേഴ്സ് നന്നാക്കണം. ഇപ്പോൾ
യാതൊരു ഇല്ലീഗൽ പ്രവൃത്തിയും ചെയ്യരുത്. വിചിത്രമായി തൻ്റെ സ്വധർമ്മത്തിൽ നിലനിൽക്കണം. വിചിത്രമായ ബാബയുടെ ലീഗൽ മതത്തിലൂടെ നടക്കണം. വരദാനം: ബാബയുടെ കൂട്ടുകെട്ടിലൂടെ പവിത്രതയാകുന്ന സ്വധർമ്മത്തെ സഹജമായി പാലിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. ആത്മാവിൻ്റെ സ്വധർമ്മം പവിത്രതയാണ്. അപവിത്രത പരധർമ്മമാണ്. സ്വധർമ്മത്തിൻ്റെ നിശ്ചയം ഉണ്ടായിക്കഴിഞ്ഞു എന്നിരിക്കെ പരധർമ്മത്തിന് കുലുക്കാൻ സാധിക്കില്ല. ബാബ ആരാണോ എങ്ങനെയാണോ അഥവാ അത് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് കൂടെ വയ്ക്കുകയാണെങ്കിൽ പവിത്രതയാകുന്ന സ്വധർമ്മത്തെ ധാരണ ചെയ്യുന്നത് വളരെ സഹജമാണ്. കാരണം കൂട്ടുകാരൻ സർവശക്തിവാനാണ്. സർവശക്തിവാന്റെ കുട്ടികളായ മാസ്റ്റർ സർവശക്തിവാനു മുന്നിൽ അപവിത്രതയ്ക്ക് വരാൻ സാധിക്കില്ല. അഥവാ സങ്കല്പത്തിലെങ്കിലും മായ വന്നുവെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഗേറ്റ് തുറന്നിരിക്കുകയാണ്. അഥവാ നിശ്ചയത്തിൽ കുറവുണ്ട്. സ്ലോഗൻ: ത്രികാലദർശി ഒരു കാര്യത്തെയും ഏകകാലത്തിൻ്റെ ദൃഷ്ടിയോടെ നോക്കുന്നില്ല. ഓരോ കാര്യത്തിലും മംഗളമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓം ശാന്തി. അല്പസമയം ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാം. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായ ഞാൻ അജർ, അമർ, അവിനാശി ആത്മാവാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരമധാമം ആകുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ 2 യുഗങ്ങളിൽ ഞാൻ സമ്പൂർണ്ണ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജന്മങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ആ സമയം സർവഗുണ സമ്പന്നമായിരുന്നു. സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ആത്മാഭിമാനിയായിരുന്നു. എന്നാൽ ദ്വാപര യുഗം മുതലുള്ള എൻ്റെ ജീവിത യാത്രയിൽ ആത്മവിസ്മൃതി കാരണം എൻ്റെ ഈശ്വരീയ സമ്പത്തുകൾ നഷ്ടമാകുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഈ അതിശ്രേഷ്ഠമായ സംഗമയുഗത്തിൽ സർവശക്തിവാനായ പരമാത്മാവ് എനിക്ക് സത്യമായ ജ്ഞാനം നൽകിയിരിക്കുന്നു. ഞാൻ ദേഹമല്ല, ആത്മാവാകുന്നു. ശാന്ത സ്വരൂപമാകുന്നു. സ്നേഹ സ്വരൂപമാണ്.
ആനന്ദ സ്വരൂപമാണ്. ആനന്ദം എൻ്റെ സ്വഭാവമാണ്. സുഖം എൻ്റെ സമ്പത്താണ്. ഞാൻ സച്ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ഈ ദേഹത്തു നിന്നും മാറി മുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ജ്യോതിയായി ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ആകാശമണ്ഡലവും കടന്ന് പരംധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ സമ്പൂർണ്ണ ശാന്തിയുടെ ഈ ലോകം എൻ്റെ വീടാണ്. എൻ്റെ മുന്നിൽ സർവ ദുഃഖങ്ങളും ഹരിച്ച് സുഖം നൽകുന്ന ആനന്ദ സാഗരമായ ശിവപരമാത്മാവിനെ കണ്ട് ഞാൻ ആനന്ദിതമാകുന്നു. ആരെയാണോ ഞാൻ ജന്മജന്മങ്ങളായി ഓർമ്മിച്ചത്, ആരുടെ ദർശനത്തിനാണോ ജന്മജന്മങ്ങൾ ഞാൻ ആഗ്രഹിച്ചത്, ആ ഈശ്വരൻ്റെ സമീപത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ബാബയുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിൽ ബാബയുടെ സമീപത്ത് ഇരിക്കുമ്പോൾ അളവറ്റ സുഖം ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റേതാണ്. ബാബയും എന്നെ ബാബയുടെ പ്രിയപ്പെട്ട കുട്ടിയായി അതിയായി സ്നേഹിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ഈശ്വരീയ സ്നേഹത്തിൽ
ഈശ്വരൻ്റെ സുഖദായി കിരണങ്ങളുടെ, ആനന്ദദായി കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സമ്പന്നമാകുന്നു, സമ്പൂർണമാകുന്നു. ആത്മവിസ്മൃതിയുടെ ജീവിത യാത്രയ്ക്കിടയിൽ നഷ്ടമായ സർവ ഈശ്വരീയ സമ്പത്തും എനിക്ക് തിരികെ പ്രാപ്തമാകുന്നു. ഞാൻ ആനന്ദിതമായി ഈ ദിവ്യ അനുഭൂതിയാൽ സംതൃപ്തമായി സാകാര ലോകത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു. ദൃശ്യപ്രപഞ്ചത്തിലേക്ക് തിരികെ വന്ന് എൻ്റെ സാകാര ദേഹത്തിലേക്ക് വന്ന് മസ്തകമധ്യത്തിൽ സച്ചിത് ആനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.